എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത രണ്ട് സിനിമകളുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെയും ആവേശം എന്ന സിനിമയുടെയും 2 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷൻ, ഇന്ത്യൻ കളക്ഷൻ, വിദേശ രാജ്യ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷനിലും തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അതിൽ ആദ്യത്തെ സിനിമ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, അജു വർഗീസ്, നിവിൻ പോളി, നീരജ്, കല്യാണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഈ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. ആദ്യ ദിവസം മുതലേ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോൾ ചിത്രം 2 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ രണ്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,75 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ 2 ദിവസം കൊണ്ട് 5,75 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ഗൾഫ് രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് UAE കൺട്രീസിൽ നിന്ന് മാത്രം ചിത്രം 11,70 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതായത് ചിത്രത്തിന് കേരളത്തിനേക്കാൾ മികച്ചൊരു കളക്ഷനാണ് വിദേശ രാജ്യങ്ങളിൽ ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ രണ്ടാം ദിവസമായി ഇന്നലെയും ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ 2 ദിവസം കൊണ്ട് ചിത്രം ലോകമെമ്പാടും 20 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസന്റെ കരിയറിൽ തന്നെ ഏറ്റവും വേഗത്തിൽ 10 കോടി കടക്കുന്ന സിനിമയും അതേസമയം ഏറ്റവും വേഗത്തിൽ 20 കോടി ക്ലബിൽ കയറുന്ന സിനിമയുമായും ഇതിനോടകം തന്നെ വർഷങ്ങൾക്ക് ശേഷം മാറിയിരിക്കുകയാണ്. ആദ്യ 2 ദിവസത്തെ കളക്ഷനേക്കാൾ ഏറ്റവും മികച്ച കളക്ഷനായി 3-ാം ദിവസമായി ഇന്നും അതേപോലെ തന്നെ നാളെയും ചിത്രത്തിന് ഗംഭീരമായിട്ടൊരു ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കും വരാൻ പോകുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആവേശം. ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലിനെ നായകനാക്കി ഈ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആവേശം. വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും ആവേശം തന്നെയായിരുന്നു. ആവേശം എന്ന സിനിമയുടെ 2-ാം ദിവസത്തെ കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും പുറത്തു വരുമ്പോൾ ആദ്യ ദിനം ആവേശം എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3,50 ലക്ഷം രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയതെങ്കിൽ 2-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,25 ലക്ഷം രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന സിനിമ 6,75 ലക്ഷം രൂപയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ഗൾഫ് രാജ്യങ്ങളിലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ ദിനം ആവേശം എന്ന സിനിമ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം 4,90 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ 2-ാം ദിവസം ആവേശം എന്ന സിനിമ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം 5,10 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ആവേശം എന്ന സിനിമ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം 11 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആവേശം എന്ന സിനിമ 2 ദിവസം കൊണ്ട് ചിത്രം ലോകമെമ്പാടും 21,50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നും നാളെയുമായി ചിത്രത്തിന് വേറെ ലെവൽ ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് ബുക്ക് മൈ ഷോയിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. ഇതേപോലുള്ള സിനിമ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.